കാര്യങ്ങളിലൊന്നും ഒരു മാറ്റവുമില്ലാതെയാണ് നമ്മുടെ അധ്യാപകർ നിങ്ങൾക്ക് വേണ്ടി. കാരണം ഞങ്ങൾ അതുപോലെയാണ് സെൻറ് തോമസ് ടീമിനോട് സഹകരിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ. അപ്പം നാളെ നമ്മളെ പതിവ് പോലെ കുട്ടികൾ വന്നാൽ പോരാ. നാളെ ആനുവൽ സ്പോർട്സ് ഡേ ആണ്. പതിവിന് വിപരീതമായി നമ്മൾ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ആനുവൽ സ്പോർട്സ് ഡേ നടത്തുന്നത്. സിന്തറ്റിക് ട്രാക്കാണെന്ന് നമുക്കറിയാം. നമ്മുടെ ഈ സമീപപ്രദേശത്തിലോ കോട്ടയം ജില്ലയിൽ പോലും ഇല്ല. അപ്പോൾ അവിടെ പ്രവേശിക്കാൻ സാധാരണഗതിയിൽ നമുക്ക് അനുവാദമില്ല. പക്ഷേ ഭവൻ സാറ് മുനിസിപ്പാലിറ്റി അധികാരികളെ കണ്ട് നമുക്ക് വേണ്ടി പെർമിഷൻ മേടിച്ച് തന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ കുറേ ചിട്ടകളും നിയമങ്ങളും കർക്കശങ്ങളുമൊക്കെ ഉണ്ട്. അത് കൃത്യമായി നമ്മുടെ കുട്ടികൾ പാലിക്കണം. എങ്കിലേ അടുത്ത വർഷങ്ങളിൽ നമുക്കത് ലഭിക്കുകയുള്ളൂ. അതിനുള്ള നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട അധ്യാപകർ നൽകുന്നതാണ്. അച്ഛനൊരു കാര്യം പറയാനുള്ള, നാളെ 9 മണിയാകുമ്പോൾ കുട്ടികൾ നിർബന്ധമായും സ്കൂളിലെത്തിയിരിക്കണം. നമ്മളിവിടുന്ന് മാർച്ച് പാസ്റ്റ് ആരംഭിച്ച് ഈ 6 നിറങ്ങളുടെ ഹൗസുകളുടെ അടിസ്ഥാനത്തിൽ 2 ലൈനായി സ്റ്റേഡിയത്തിൽ ചെല്ലും. കൃത്യം ഇതെല്ലാം നമുക്ക് വേണം. നമുക്ക് സാധിക്കും, നിങ്ങൾക്ക് സാധിക്കും. നമ്മൾ നല്ല കഴിവുള്ള കുട്ടികളാണ്. അപ്പോൾ സ്കൂളിനോടാണെന്ന് ചോദിച്ചാൽ മുനിസിപ്പാലിറ്റി അച്ഛൻ പറഞ്ഞല്ലോ കുറേ സ്റ്റേഡിയത്തിൽ കുറേ നിബന്ധനകളും നിയമങ്ങളൊക്കെ ഉണ്ട്. പ്ലാസ്റ്റിക്കോ വേസ്റ്റോ മിഠായി പേപ്പറോ ഒന്നും ഇടാൻ പറ്റില്ല. നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി അവിടെ ഒരേ സമയത്ത് മത്സരം നടക്കും. ഉച്ചഭക്ഷണം നമ്മൾ ഒരുമിച്ച് കഴിക്കും, ഒരുമിച്ച് നമ്മൾ തിരിച്ചും അതുപോലെ തന്നെ. ഇപ്പൊ കുട്ടികൾക്ക് ബാഗ് കൊണ്ടുവരാം, കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവരാം, വേറെ ഒരു സാധനവും കൊണ്ടുവരണ്ട. ഉച്ചഭക്ഷണം ഉണ്ടാകും. ചെറിയ ഡ്രിങ്ക്സിന്റെയും ഐസ്ക്രീമിന്റെ സ്റ്റാള് ജിൻസാറിന്റെ നേതൃത്വത്തിൽ സ്റ്റേഡിയത്തിന്റെ അകത്ത് നിങ്ങൾക്കായി ക്രമീകരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പവിൻ ബോക്സ് അല്ലെങ്കിൽ നമ്മുടെ മീൽസിന്റെ ബോക്സ് സാധിക്കുന്ന എല്ലാവരും തന്നെ കൊണ്ടുവരണം. എല്ലാവരുടെയും കയ്യിലുണ്ട്. നാളെ ഇത് കൊണ്ടുവരണം. വെള്ളത്തിന്റെ കൂടെ നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് ബാഗിൻ്റെ അകത്ത് അതും കൊണ്ടുപോകും. കാരണം പ്ലാസ്റ്റിക്കോ അതുപോലുള്ള ഒരു വസ്തുക്കളും അവിടെ നമുക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് കറക്റ്റ്